നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ 3 താരങ്ങളുടെ ഭാവിയിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. അതിൽ മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗൻ ഇല്ല കേട്ടോ. ടെർ സ്റ്റെഗൻ ജിറോണയിലേക്ക് പോയേക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ബാഴ്സയിൽ തന്നെ തുടരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ടെർ സ്റ്റെഗൻ ജർമ്മൻ ഫുട്ബോൾ ഫെഡറേഷനുമായി വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ ആവണം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ബാഴ്സലോണയിൽ തന്നെ സ്റ്റേ ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ടിംഗ് സ്പോട്ടിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, കോപ്പ ഡെൽ റേയിലും സൂപ്പർ കോപ്പയിലുമൊക്കെ കളിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ടെർ സ്റ്റെഗൻ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്ത വരുന്നു. അങ്ങനെയെങ്കിൽ ടെർ സ്റ്റെഗൻ അവിടെ സ്റ്റേ ചെയ്തേക്കും. എന്നാൽ ഭാവി തീരുമാനമാകാത്ത 3 പേരെന്ന് പറയുമ്പോൾ അതിൽ സൂപ്പർ താരങ്ങളുണ്ട്. ഒന്ന് റോബർട്ട് ലെവൻഡോസ്കിയാണ്. 38 വയസ്സായി കഴിഞ്ഞു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നു. അടുത്ത സീസണിൽ അദ്ദേഹം അവിടെ കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ബാഴ്സക്ക് സെയിം ലെവൽ റീപ്ലേസ്മെൻ്റ് ആവശ്യമുണ്ട്. എന്നാൽ അങ്ങനെ ഒരാളെ കിട്ടുമോ? ചെറിയ തുകയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനമായിട്ടില്ല. കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, അൺസേർട്ടനാണ്. അതാണ് ഒരു കാര്യം. ലെവൻഡോസ്കിയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മറ്റൊന്ന് റാഷ്ഫോർഡിൻ്റെ കാര്യമാണ്. ലോണിലാണ് അദ്ദേഹം ഇപ്പോൾ സ്ക്വാഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു, സ്ക്വാഡിനെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ലോണാണ്. ലോൺ കഴിഞ്ഞാൽ തിരികെ യുണൈറ്റഡിലേക്ക് തന്നെ പോകുമോ എന്ന ചോദ്യമുണ്ട്. ബി ബൈയിങ് ഓപ്ഷൻ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരാളുള്ളത് ക്രിസ്റ്റ്യൻസനാണ്. 30 വയസ്സ് അദ്ദേഹത്തിന് ഏപ്രിലിൽ പൂർത്തിയാവും. സോ അദ്ദേഹം ഇനി ക്ലബിൽ തുടരുമോ എന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ സമ്മറിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളുണ്ടായിരുന്നു, പക്ഷേ സീരിയസ് ഓഫേഴ്സ് ഒന്നും വന്നില്ല. ബാഴ്സയിൽ തന്നെ തുടർന്നു. സീരിയസ് ഇഞ്ചുറീസ് അദ്ദേഹത്തിന് ഉണ്ടായി, പക്ഷേ അന്ന് റിക്കവറായി വരുമ്പോൾ പിന്നെ റിലാപ്സ്ഡായി. സോ അദ്ദേഹം ഇനിയിപ്പോൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാനുള്ള സാധ്യത കുറവാണ്, ക്ലബ്ബ് വിടാനാണ് സാധ്യത. സോ ഈ 3 പേരുടെ കാര്യത്തിൽ സ്റ്റിൽ അൺസർട്ടനിറ്റിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെവൻഡോസ്കിയുടെയും റാഷ്ഫോർഡിൻ്റെയും കാര്യമാണ്. ബാഴ്സ ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കുകയാണ് എന്ത് സംഭവിക്കും നെക്സ്റ്റ് സമ്മറിലെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.